സുഹൃത്തുക്കളെ. അപ്പം മണി 9:55 സൺഡേ ആണ്. ഓക്കെ, നെക്സ്റ്റ് വീക്കിലേക്കുള്ള ട്രേഡ് സെറ്റപ്പ് നമ്മൾ ഓൾറെഡി ബിൽഡ് ചെയ്യുകയാണ്. ഓക്കെ, റൈറ്റ് നൗ ഓൾ ടൈം ഹൈയിലാണ്. ഇതാണ് ഓൾ ടൈം ഹൈ. ഞാൻ ഈ ബോക്സ് വരച്ചിട്ടേക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസമേ പറഞ്ഞതാണ്, ഇനി അതായത് അപ്സൈഡ് ആകുമ്പോൾ ഈ ട്രെൻഡ് ലൈൻ ഈ ട്രെൻഡ് ലൈൻ വർക്ക് ചെയ്യുന്നത് എക്സാക്ട്ലി ഈ ട്രെൻഡ് ലൈൻ വന്ന് ടച്ച് ചെയ്ത് അപ്സൈഡ് പോയി. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ മേ ബി മിക്കവാറും ഒരു 80% ചാൻസ് ഫസ്റ്റ് ഡൗൺ സൈഡിൽ സ്റ്റാർട്ട് ചെയ്യാനാണ്. അതായത് ഈ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യാനാണ് സാധ്യത. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്ന് വരില്ല, ഈ റേഞ്ചാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് നോക്കാം. ഓക്കെ, അതുപോലെ നോക്കട്ടെ. ഡെയിലി ടൈം ഫ്രെയിം വെച്ച് നോക്കുമ്പോൾ നല്ല ബുള്ളിഷാണ് ഉണ്ടല്ലോ. അതത്രല്ല, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സൈഡ് വേസ് ഉണ്ട്. പക്ഷെ ഇവിടെ മാത്രമാണ് പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ആകെ 2 ഡേ മാത്രമേ ഡൗൺ സൈഡ് നിന്നുള്ളൂ. നല്ല ബുള്ളിഷ് വന്നു. സോ ഐ ആം എക്സ്പെക്റ്റിംഗ് ഈ ഒരു റേഞ്ചിൽ ഒന്ന് ടച്ച് ചെയ്ത് നിൽക്കും. വലിയ മൂവ്മെൻറ്റ്സ് കാണത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം നമുക്ക്. ഇതുപോലെ വീക്കിലി നോക്കിയാലും കണ്ടില്ലേ, നല്ല ബുള്ളിഷ് 2 ക്യാൻഡിലാണ്. ഈ ബുള്ളിഷ് വന്നു കഴിയുമ്പോൾ ഈ ഒരു റേഞ്ച് വരേണ്ടതാണ്. നെക്സ്റ്റ് വീക്ക് ഇവൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നൂടെ നോക്കണം. ഫോറക്സ് ഫാക്ടറി മൺഡേ ഒന്നുമില്ല. ഉണ്ട് കേട്ടോ, ഫ്ലാഷ് വലിയ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് ഉണ്ടാകത്തില്ല. ട്യൂസ്ഡേ ഉണ്ടോ? ട്യൂസ്ഡേ 7:30 CB കൺസ്യൂമർ. ഇത് വലിയ സെറ്റപ്പ് അല്ല. ബുധനാഴ്ച ഒന്നുമില്ല, വ്യാഴം ഒന്നുമില്ല. വ്യാഴം ഉണ്ട് കേട്ടോ, 6 മണിക്ക് GDP ക്വാർട്ടർ, ഫൈനൽ GDP ക്വാർട്ടറിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസ് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഇതിൻ്റെ സ്പീക്ക് ഉണ്ടോ? അതെപ്പോഴാണ്? ഫെഡ് ചെയർ പവർ വെൽ സ്പീക്ക് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. എൻ്റെ ഇതെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഫ്രൈഡേ, അപ്പം എല്ലാ ഡേയും ഇവൻ്റ് ഉണ്ട്. അപ്പം ഒന്ന് സൂക്ഷിക്കണം ഗൈസ്, സൂക്ഷിക്കണം. ഈ വീക്ക് ലോയൊന്നും എന്തായാലും എടുക്കാം. ഈ വീക്കിലി ലോയൊന്നും എന്തായാലും ഉടനെ ഒന്നും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്കും വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ഈ ഒരു റേഞ്ച്, അതായത് ഈ ഹൈയുടെ റേഞ്ച് വരെയൊക്കെ വരാം ഡൗൺ സൈഡ് മൂവ്മെൻറ്റ്സ്. അതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നോക്കാം നമുക്ക്. അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളുണ്ട് കുറച്ച്. അതായത് ഇവിടുത്തെ OB ഏതൊക്കെയാണ്? ഈ OB ആരും എടുക്കത്തില്ല മിക്കവാറും. ഈ OB ആയിരിക്കും വരാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ എൻട്രി ഞാൻ ഇവിടെ ആക്കും. കാരണം ഈ OB എടുക്കും മിക്കവാറും വരാം. സാധ്യത ഈ OB എടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതുപോലെ 4 hour നോക്കിയത്. അപ്പം ഇത് ഫേക്ക് OB ആണെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ ഇത് OB ആയിട്ട് ആൾക്കാരെടുക്കും മിക്കവാറും. അവരുടെ OB വരുന്നത് ഓക്കെ, ഇവിടെയാണ് ഫേക്ക് OB ആവുന്നത്. കളർ ഒന്നായിരിക്കട്ടെ, അല്ല ഇതൊക്കെ കളർ ബ്ലാക്ക് കൊടുക്കും. ഓക്കെ, ഫേക്ക് OB ടെക്സ്റ്റ് അങ്ങനെ എല്ലാത്തിനും ടെക്സ്റ്റ് ടൈപ്പ് ചെയ്താൽ വരുന്നത്. ഫേക്ക് OB ഓക്കെ. അതുപോലെ എൻ്റെ ഫേക്ക് OB ആണുള്ള എക്സ്പെക്ടേഷൻ ആണ്. പിന്നെ 4 hour ഉണ്ട് നോക്കട്ടെ. ഓക്കെ, നെക്സ്റ്റ് ക്യാൻഡിൽ ഈ റേഞ്ച് പിടിക്കും ഏകദേശം എനിക്ക് ഉറപ്പാണ്.
സുഹൃത്തുക്കളെ, ഇന്ന് മൺഡേ മണി 8:30 ഞാനൊരു ട്രേഡ് എടുത്തായിരുന്നു. ഇതായിരുന്നു ട്രേഡ്. SL അടിച്ചു. അത് ഞാൻ വിട്ടുപോയൊരു കേസ് ഫോണിലായിരുന്നു ട്രേഡ് ചെയ്തത്. അപ്പോൾ ഞാൻ അത്രയ്ക്ക് സൂം ഔട്ട് ചെയ്ത് നോക്കാൻ പറ്റിയില്ല. ഇതുകൊണ്ടോ ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തായിരുന്നു. അപ്പോഴും ഞാൻ ബുള്ളിഷ് അങ്ങ് കയറിയാൽ മതിയായിരുന്നു. മണ്ടത്തരായി. ഓക്കെ, കാണിച്ചു തരാം പൊസിഷൻ. ക്ലോസ്ഡ് $30. ഓക്കെ, നമുക്ക് അപ്പം ഒരു പൊസിഷൻ കൊണ്ട് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം ഓക്കെ, ഓക്കെ കയറിയിട്ടുണ്ട്. പൊസിഷനിൽ കയറി. 26, 25, 641. 26, 25, 641. ഇരുപത്താറ്, 25, 641. ഓക്കെ, ദിസ് ഈസ് ലോ. 30 നമ്മൾ വെച്ചേക്കുന്നത്. മിക്കവാറും ഞാൻ അതിൻ്റെ പിന്നെ ക്ലോസ് ചെയ്യും. കാരണം ഒരു ലോങ് വരേണ്ടിരുന്നത് ഇവിടെ നിന്നായിരുന്നു. മറ്റൊരു ഏതാ മാറിപ്പോയി. ഈ റേഞ്ച് ആയിരുന്നു വരേണ്ടത്. എന്നിട്ട് ഇപ്പോൾ എത്തിയിട്ട് നമുക്ക് എന്താവും നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് അന്നേരം സന്ധിക്കലാം. ഇതിനകത്തൊരു ഫർദർ മൂവ് ഉണ്ടായി കഴിയുമ്പോൾ നമുക്കൊന്ന് കാണാം.
ബെയറിഷ്നെസ് ആണോ എന്നൊരു ചെറിയ ഡൗട്ടുണ്ട്. അത്യാവശ്യം കോൾ കട്ട് ചെയ്യേണ്ടത് ഇടയ്ക്ക് വെച്ച്. ഈ മൂവ്മെൻ്റാണ് ഇത് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മളായിരുന്നു ഇതിനകത്ത് ലിക്വിഡിറ്റി ഇത്രയും മാർക്ക് ചെയ്തിട്ട് ഞാൻ അതൊന്നും കണ്ടില്ല. അതാണ് ഒരു വലിയ പ്രശ്നം. ഈ ഫോണിൽ നിന്ന് ട്രേഡ്സ് എടുക്കുന്നതിൻ്റെ ഒരു വലിയ പ്രശ്നങ്ങളിലൊന്നും ഇതാണ്. ഇത്രയും ശ്രദ്ധിച്ചില്ല. ഐ ജസ്റ്റ് മിസ് ഇറ്റ്. ഞാൻ ഈ ലോണ്ട് കണ്ടപ്പോൾ ഇത് എത്ര മണിക്ക് 6 മണിക്കായിരുന്നു ഈ ലോ വന്ന്. ഞാൻ ആദ്യമേ ഒരു ഹൈ ബൈ സൈഡ് പ്രതീക്ഷ എക്സ്പെക്റ്റ് ചെയ്ത് നിന്നായിരുന്നു. ഈ റേഞ്ച് എത്രയായിരുന്നു 5.5 ഈ റേഞ്ചിൽ നിന്ന് ഞാൻ വിചാരിച്ചിരുന്നായിരുന്നു ബൈ ചെയ്യണമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇവിടുന്ന് മേടിച്ചിരുന്നേ വിഷയമില്ലായിരുന്നു അല്ലേ, സേവ് ആയാൻ. നോക്കാം നമുക്ക്. ഈ ലിക്വിഡിറ്റിയുടെ ഇത് ഞാൻ കണ്ടില്ല, കാരണം ഫോണെ നോക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ സ്ക്രീന്. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഈ റിജക്ഷനെ കണ്ടപ്പോൾ ഇനി ഈ റേഞ്ച് എടുക്കുമായിരിക്കും. ഇവിടെ ഇത്രയും വന്നപ്പോഴത്തേന് ഈ സൈഡ് ലിക്വിഡിറ്റി ആയി കാണുമെന്ന് വിചാരിച്ചു. അതാണ് ഞാൻ മിസ്സായിപ്പോയത്. ഓക്കെ, നമുക്കിനി വെയിറ്റ് ചെയ്യാം നെക്സ്റ്റ് മൂവ്മെൻറ്റിന് വേണ്ടി. ഈ റേഞ്ച് എബോവ് വരുവാൻ നോക്കാം നമുക്ക്. നല്ല പുഷ മോർണിംഗ് കിട്ടുന്നെങ്കിൽ പറയാൻ പറ്റത്തില്ല നമുക്കൊന്നും. അത് മാത്രമല്ല വലിയൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ട്രേഡ് ഞാൻ ഫുൾ നേരം ഓപ്പൺ ചെയ്ത് ശ്രദ്ധിച്ചായിരിക്കും ഇരിക്കുന്ന. കാര്യം ഇതുകൊണ്ടോ, ഇതൊരു സോണ. ഇനി അതൊരു ഫർദർ മൂവ് ഉണ്ടാണേലോ ഒന്നെങ്കിൽ ഇതിൻ്റെ അപ്സൈഡ് പോകണം കുറച്ച്. സോ ലെറ്റ്സ് വെയിറ്റ്. ഇതുകൂടെ ഹിറ്റാണെങ്കിൽ ഞാൻ തൽക്കാലത്തേന് പൊസിഷൻസ് എല്ലാം ക്ലോസ് ചെയ്യും. വേറൊരു വലിയ ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്. ഈ വീക്കിന് സൈഡ് വൈസ് ആവാനും സാധ്യതയുണ്ട് ഗോൾഡ്. അങ്ങനെ ആണെങ്കിലും ഞാൻ ഈ വീക്ക് ട്രേഡ്സ് കട്ട് ചെയ്യും ഇന്നത്തോടുകൂടി. നോക്കാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ ഈ വീക്ക് ട്രേഡ്സ് ഇല്ലെങ്കിൽ ഞാൻ നേരെ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് പോകും. കാരണം പിന്നെ US മാർക്കറ്റിൽ വേറെ പേരിൽ ട്രേഡ് ചെയ്യാൻ എനിക്കിഷ്ടമല്ല, ഗോൾഡ് അല്ലാതെ. പിന്നെ ഉള്ളൊരു രസമെന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യൻ മാർക്കറ്റാണ്. സോ ലെറ്റ്സ് സീ. അപ്പോൾ ഇതിനകത്തൊരു അപ്ഡേഷൻ ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ പറയാം. ഓക്കെ, നമ്മുടെ പൊസിഷൻ അത്യാവശ്യം അപ്സൈഡ് ആയിട്ടുണ്ട്. നോക്കട്ടെ, കാണട്ടെ. 21. ഏത് റേഞ്ച് വരെ കിട്ടും? പൊസിഷൻ ഒന്ന് ക്ലോസ് ചെയ്യണ വേണ്ടത് ഞാൻ ഇങ്ങനെ ഒരു ധാരണയിലാണ്. 1:1 1:2 വരണം. ഈ റേഞ്ച് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മണി 8:49 ആവുന്നേ ഉള്ളൂ. നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളിവിടെ നിന്ന് ഈ റാലി എടുത്തിരുന്നതിൽ നല്ല സൂപ്പറായിരുന്നു. ഈ ക്യാൻഡിൽ വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇവിടെ നിന്ന് അങ്ങ് എടുത്താൽ പോയാൽ മതിയായിരുന്നു. ഇവിടെ നിന്നാണേലും നമ്മൾ എൻട്രി എടുത്തിരുന്നതിൽ ഞാൻ പറയാം 15 വെച്ചാണേ പോലും 45 1:3 റേഞ്ച് എത്തുന്നുണ്ട്. കണ്ടില്ലേ? ഓക്കെ, സാരമില്ല, നോക്കാം നമുക്ക്. ഇന്ത്യൻ മാർക്കറ്റ് മണി 9 ആയില്ല. ഇന്ത്യൻ മാർക്കറ്റ് എക്സ്ട്രീം ബുള്ളിഷാണ്. എക്സ്ട്രീം എന്ന് വെച്ചാൽ എക്സ്ട്രീം ബുള്ളിഷാണ്. സോ ലെറ്റ്സ് സീ. ഞാൻ നേരത്തെ ഗോൾഡിൽ പറഞ്ഞ സെയിം സാധനമാണ്. ഈ ട്രെൻഡുകളെല്ലാം വർക്ക് ചെയ്യും. ഏതാണ്?
ഇതൊക്കെ ഏതില്ല ഇങ്ങനെ പറ്റും. മൂവിങ് ആവറേജ് കൂടെ ഒന്ന് കുറച്ചോട്ടെ. ഭയങ്കര കാണത്തില്ല. ഓക്കെ, സൂം ഔട്ട് ചെയ്ത് നോക്കണം എന്നാലേ കാണത്തുള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് നിൽക്കുന്നത്. തിങ്ക് ഈ ഒരു റേഞ്ചിലായിരിക്കും ഓപ്പണിങ് വരുന്നത് മിക്കവാറും. ഇങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഒരു റേഞ്ചിൽ ലോങ് എടുക്കാം. ഓക്കെ, ഈ റേഞ്ച് കറക്റ്റാണ്. ഞാൻ ഇന്നത്തെ മാർക്കറ്റ് ഫ്യൂച്ചേഴ്സ് എടുക്കാറുള്ളൂ, ഓപ്ഷൻസ് എടുക്കാറില്ല. കാരണം ഐ ഹേറ്റ് തീറ്റ ഡി കെ, വലിയ പാടാണ്. പക്ഷേ ഓപ്ഷൻസ് അല്ല ഫ്യൂച്ചേഴ്സ് എടുക്കണമെങ്കിൽ ശരിയാണ്, അത്യാവശ്യം നല്ല ക്യാപിറ്റൽ വരണം, അതേ ഉള്ളൊരു വലിയ പ്രശ്നം. ഫസ്റ്റ് റെഡ് ക്യാൻഡിൽ. Let's see if we can save. ഓക്കെ, ഇനി ഫർദർ അപ്സൈഡ് എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ പറയാം. അതുവരേക്കും സന്ധിക്കലാം. ഹലോ സുഹൃത്തുക്കളെ. ഓക്കെ, റൈറ്റ് നൗ ഈ ലെവൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ബൈ ഒന്നും എടുത്തിട്ടില്ല, ആ പൊസിഷൻ ഹോൾഡ് ചെയ്യണം. പക്ഷേ ഞാൻ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പൊസിഷൻ ക്ലോസ് ആയിരുന്നെങ്കിൽ ഞാൻ ഓൾറെഡി ഉറപ്പായിട്ടും ഈ റേഞ്ചിൽ നിന്നൊരു ബൈ സൈഡ് എടുത്തായിരുന്നു. എൻ്റെ ടാർഗറ്റ് ഈ റേഞ്ച് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ എസ് എൽ കുറച്ച് കയറ്റി വെച്ചിട്ടുണ്ട്, 60 ആക്കിയിട്ടുണ്ട് എസ് എൽ ഇപ്പം, അല്ല ടി പി സോറി. മനസ്സിലായി, നമുക്ക് ഇത്രയും വെയിറ്റ് ചെയ്ത സ്ഥിതിക്ക് ഇനിയിപ്പം 1:3 ആയാലും ക്യാച്ച് ചെയ്യാതെ പോകുന്നത് മോശമാണ്. ടു ബി ഫ്രാങ്ക്, വളരെ വളരെ മോശമാണ്. സോ ലെറ്റ്സ് ട്രൈ. ഇവൻറ്റ് വരുന്നുണ്ടല്ലോ, ഇവൻറ്റ് എപ്പോഴാണ് വരുന്നത്? 6 മണിക്കല്ലേ? ആ ഇവൻറ്റ് വന്ന് നോക്കണം, ചെക്ക് ചെയ്യണം. ബാക്കിലോട്ട് പോയിട്ട് പഴയ ക്യാൻഡിൽസ് ഒന്ന് വെച്ച് നോക്കണം, നല്ല മൂവ്മെൻറ്റ്സ് ഉള്ളതാണ്, ക്യാൻഡിലാണോ അല്ലയോ എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 4 മണി വരെ നമുക്ക് ഹോൾഡ് ചെയ്യാം. അല്ല നല്ല ഹെവി മൂവ്മെൻറ്റ്സ് ഉള്ളതാണെങ്കിൽ 1:2 ആകുമ്പോൾ എത്തുമ്പോഴേ ക്ലോസ് ചെയ്യുക. ഓക്കെ, നോക്കാം. ഇതാണിപ്പോൾ അപ്ഡേഷൻ. 1:2 എന്ന് പറയുമ്പോൾ ഏകദേശം ഈ റേഞ്ചാണ് 1:2. ഈ റേഞ്ചിൽ അബോവ് പോകാൻ നോക്കാം നമുക്ക്, എന്നിട്ട് അതിനനുസരിച്ച് തീരുമാനം എടുക്കാം. ആൻഡ് ഇവൻ്റ് ഹെവി മൂവ് ഉള്ളതാണെങ്കിൽ എൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അപ്സൈഡ് തന്നെയാണ്. കാരണം ഇവൻ്റ് വരുമ്പോൾ എല്ലാവരും വിചാരിക്കും ഈ ഇവൻ്റോട് കൂടി ഡൗൺ സൈഡ് ആവാനുള്ള എക്സ്പെക്റ്റേഷൻ ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ റീറ്റെയിലേഴ്സ്. സോ ദേ വിൽ ബ്രിങ് ഇറ്റ് അപ്പ്. അതാണ് എൻ്റെ ഒരു വ്യൂ. നോക്കാം നമുക്ക് എന്താവുന്നു. ഓക്കെ. സോ ഇനി ഇതിനകത്തൊരു അപ്ഡേഷൻ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് കാണാം. മണി 12 നമ്മുടെ ട്രേഡ് എസ് എൽ ഹിറ്റായിട്ടുണ്ട്. എസ് എൽ ഞാൻ കയറ്റി വെച്ചത് 1.8 ആയിരുന്നല്ലോ, അതിലോട്ട് ഹിറ്റായിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ. നോക്കാം നമുക്ക്.
ഈ ഒരു റേഞ്ചാണ് ഞാൻ നോക്കുന്നത്. നോക്കാം നമുക്ക് 11.5. ഓക്കെ, മുസ്ലിം ഇന്ത്യ ലവിനെ നമുക്ക് എടുക്കാം എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ആണെങ്കിൽ മിക്കവാറും ഞാൻ പൊസിഷൻ ക്ലോസ് ചെയ്യും. അത് പറ്റുവാണെങ്കിൽ യു ബി എന്നൊരു ഡ്രോപ്പ് കിട്ടുമ്പോൾ, എന്താണ് ഈ റേഞ്ചിലുള്ള ഡ്രോപ്പ് കിട്ടുമ്പോൾ, ഇല്ല പിന്നെ വരുന്നൊരു എക്സ്കേപ്പ് വഴി എന്ന് പറഞ്ഞാൽ 1:3 റേഞ്ച് വരും. ലെറ്റ്സ് സീ. അപ്പം ട്രേഡ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി അപ്പം അത് അപ്ഡേഷൻ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് സന്ധിക്കലാം. സുഹൃത്തുക്കളെ SL അടിച്ചിട്ടുണ്ട്. അത് അങ്ങനെ 3 ട്രേഡ്, 2 SL, മൊത്തം SL ആയിരുന്നു. അതുകൊണ്ട് തന്നെ തൽക്കാലത്തെ ട്രേഡ്സ് നമ്മൾ നിർത്തുവാണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ SL ആണെങ്കിൽ ഇങ്ങ് വരും ഉറപ്പായിട്ടും, ഫോർ ഷുവർ. ഫക്കിങ് ഷിറ്റ്.
1 day അല്ലല്ലോ 1 hour. ഇത്ര ഹൈ എന്നൊരു 2 ശുക്ക പോലത്തെ 2 സാധനം വന്നേക്കുന്നത്. എല്ലാവരും അത് ഓർത്തോണം. ഞാൻ അന്നേരം വിചാരിച്ചായിരുന്നു പൊസിഷൻ അങ്ങ് ക്ലോസ് ചെയ്യണമെന്ന്. പിന്നെ അപ്സൈഡ് ക്യാൻഡിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മൂവ്മെൻറ്റ്സ് ഉണ്ടാവും. പക്ഷേ സ്റ്റിൽ ഐ എം ബുള്ളിഷ്. ഒരു അപ്സൈഡിനുള്ള റിവ്യൂ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഒരു പൊസിഷൻ അങ്ങോട്ട് എടുക്കാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, സോ ഇപ്പം അതുകൊണ്ടൊരു വലിയ ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്. നമ്മുടെ ഇവൻറ്റിന് എന്തായാലും ബുള്ളിഷാണ്. കാരണം people will start thinking gold is going to down for sure. ഓക്കെ, അപ്പം ഞാനൊരു പൊസിഷൻ എടുക്കുമ്പോൾ പറയാം. ഞാൻ ഈ ലെവലിൻ്റെ താഴെയായിട്ടായിരിക്കും ഇനി എടുക്കുവാണെങ്കിൽ എടുക്കുന്നത്. ഒന്ന് അപ്പ് പോയിട്ട് വന്നിട്ടായിരിക്കും. അപ്പം തന്നെ ഞാൻ ചോറൊക്കെ വിട്ടിട്ട് വരാം. അപ്പം ശുഭദിനം. ഓക്കെ, ഹലോ സുഹൃത്തുക്കളെ. സോ ഞാനിപ്പോൾ ഒരു പൊസിഷൻ എടുക്കാൻ പോകണം. അത് പക്ഷേ ഇവൻറ്റിന് വേണ്ടി വളരെ പൊസിഷനാണ്. അത് ഇവൻറ്റ് വരെ സ്റ്റേ ചെയ്താൽ ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ലീവ് ചെയ്യും. ഈ ഒരു ഏരിയയിലാണ് ഞാൻ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലെറ്റ്സ് സീ. ഈ റേഞ്ച് കിട്ടിയാൽ നമ്മൾ ബൈ ചെയ്യും. കുറച്ച് റിസ്ക് ഞാൻ തൽക്കാലത്തേന് എടുക്കുവാണ്. ഐ തിങ്ക് ദ റിസ്ക് ഈസ് വർത്ത്. അതുകൊണ്ട് മാത്രമാണ് ഒരു മണി.
ഓക്കെ. ഉദ്ദേശിച്ചതല്ല, ഇതൊന്ന് മൂവ് ചെയ്യണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. All of a sudden. ആ ലെവൽ ഞാൻ ഹോൾഡ് ചെയ്യുവാണ്. അവിടെ ഞാൻ എൻട്രി എടുക്കാൻ നോക്കിയാ പക്ഷെ എന്നെ ചെയ്യാനോ, നമ്മളങ്ങോട്ട് എൻട്രി എടുക്കാൻ തുടങ്ങുമ്പോൾ അതങ്ങ് മൂവ്മെൻറ്റ്സ് ഉണ്ടായി തുടങ്ങും. കുറച്ചുകൂടെ ഒരു ഡൗൺ സൈഡ് ഏരിയയിൽ ഗെറ്റ് ഇറ്റ് ദിസ് ലെവൽ. ലെറ്റ്സ് സീ. ഹെവി ഡൗൺഫോൾ ഉണ്ടാകുമ്പോൾ ഓക്കെ, ഈ ലെവൽ ഓക്കെ ആണ് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. നോക്കാം നമുക്ക്. ഓ ഷിറ്റ്, എൻട്രി. ഓക്കെ, നൗ ഇറ്റ്സ് വിൽ സ്റ്റാർട്ട് ഗോയിങ് ഡൗൺ. നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ തെണ്ടുകൾ താവിട്ട് പോകും. $4 എത്ര ലോഡർ ആയിരുന്നു മാർജിൻ? ഓ 1.43. ഓക്കെ, I'd take profit. Where is the fucking DPA? 154.45. Okay, this is my position. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തൊരു അപ്ഡേഷൻ ഉണ്ടായി കഴിയുമ്പോൾ കാണാം. സന്തോഷവാർത്ത അറിയിക്കുന്നു, ആയതും SL ഹിറ്റായിട്ടുണ്ട്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു മൂവ്മെൻറ്റ്സ് ആയിരുന്നു അത്. കാരണം ഇത്രയും സഡൻ ഒരു പുഷ് ഇങ്ങനെ ലെവലിൽ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഉണ്ടാകത്തില്ല എന്നാണ്. ഈ ക്യാൻഡിൽ കണ്ടിട്ടാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഷിറ്റ്. സോ ഇന്നത്തെ ഇവൻറ്റിൽ നമ്മൾ എൻട്രി ആകത്തില്ല.
വിൽ മൂവ് അസൈഡ്. സോ ഇന്ന് നമ്മൾ ഏകദേശം ഒരു $100 ലോസ് വന്നിട്ടുണ്ട്. സോ 30, 20, 50, 100, 100. So I will step aside. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പം ഇനി ട്യൂസ്ഡേ ആണ്. ഹലോ ഗൈസ്, ഞാൻ ഇവിടെ നിന്നൊരു ട്രേഡ് പൊസിഷൻ എടുത്തായിരുന്നു. എടുക്കത്തില്ല വിചാരിച്ചാണ്, പക്ഷേ ഞാൻ ഇവിടെ നിന്നൊരു പൊസിഷൻ എടുത്തു. ഈ ലെവലിൽ ക്ലോസ് ചെയ്തു. ഒരു $18 പ്രോഫിറ്റിലാണ് ക്ലോസ് ചെയ്തത്. കാരണം എനിക്ക് അത് ഏകദേശം ഒരു 100% ഷുവറായിരുന്നു. എടുക്കരുതെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഞാൻ എടുത്തു. 215 ആക്കി ബാലൻസ്. ഇത് കാണാം നിങ്ങൾക്ക്. ഹോൾഡ് ചെയ്ത് തരുന്നതിന് ഒരു 40 കിട്ടിയാണ്. പക്ഷേ ട്രേഡ് ഒന്നാമത് ഓൾറെഡി റിസ്കിലെടുത്ത ട്രേഡ് ആയതുകൊണ്ട് ഭയങ്കര പാനിക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ ക്ലോസ് ചെയ്തു. ബട്ട് ലെറ്റ്സ് സീ. ഞാൻ ഇവിടെ നിന്ന് ഒരു ലോങ്ങിന് വേണ്ടി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി ഒരു $15 അപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഈ റേഞ്ച് എക്സ്പെക്റ്റ് ചെയ്യാം. 1 ഹവറിലാണെങ്കിൽ should think it twice. ഓക്കെ, നോക്കാം നമുക്ക്. നമ്മുടെ ട്രേഡ് ഇവൻറ്റിൻ്റെ സമയം എത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പൊസിഷൻസ് ഒന്നും എടുത്തിട്ടില്ല. 215 തന്നെ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. പക്ഷേ നമ്മുടെ വ്യൂസ് എല്ലാം കറക്റ്റായിരുന്നു. ഇവിടെ ചെറിയൊരു വ്യത്യാസം വന്നതാണ്. ഒന്നോടൊന്ന് ലോയിൽ എടുത്തിരുന്നാൽ ഈ ട്രേഡ് TP ഹിറ്റായി പോയാൽ സാരമില്ല, പോട്ടെ. അതുപോലെ നമ്മുടെ ഇവിടെ ഒരു ട്രേഡ് ഉണ്ടായിരുന്നല്ലോ, ലോങ് എടുത്ത് പോയ ഇവിടെ നിന്നായിരുന്നല്ലോ 14-15. ഇത് എക്സാക്ട്ലി TP ഹിറ്റായി. 1:3 ക്യാച്ച് ആയിരുന്നു. 20 വെച്ചായിരുന്നതിൽ 60 കിട്ടിപ്പോയാലേ, പോട്ടെ. സോ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന എല്ലാവരും ബുള്ളിഷാണ്. സോ ഐ തിങ്ക് ഈ ഒരു റേഞ്ച് ടേക്കൺ ചെയ്തിട്ട് ഒരു ബുള്ളിഷ്നെസ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഈ ഒരു റേഞ്ച് ടേക്കൺ ചെയ്തിട്ട് ബുള്ളിഷ്നെസ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഈ ഒരു റേഞ്ച് ഓക്കെ. $14-15. ഓക്കെ, ഇതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മൂവ്. നടക്കുവാണെങ്കിൽ നല്ലൊരു പുഷായിരിക്കണം. ഒരു ഈ റേഞ്ച് വരെയൊക്കെ വരേണ്ട ഒരു മൂവാണ്. കാരണം എല്ലാവരും ബുള്ളിഷാണ്. എവരി വൺ ഈസ് ഇൻ ബുള്ളിഷ്. കാരണം ഇത്രയും അപ്സൈഡ് കയറി വന്ന സ്ഥിതിക്ക് എല്ലാവരും ബുള്ളിഷാണ്. സോ പ്രോബബ്ലി ഐ തിങ്ക് ഇറ്റ് ഷുഡ് ഗോ അപ്പ് എന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷെ അവിടെയാണ് ഇവന്മാരുടെ കളി. ഇവന്മാർ ഈ ലിക്വിഡിറ്റിക്ക് വേണ്ടിയായിരിക്കും ഈ വലിഞ്ഞു കയറി വരുന്നത്. മനസ്സിലായില്ലേ? ഈ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തു, ഈ ലിക്വിഡിറ്റി ഇനി ഗ്രാബ് ചെയ്യാൻ പോകുന്നു. ഇതൊക്കെ ഗ്രാബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവന്മാർക്കൊന്നുമില്ല. നല്ല സൗകര്യമല്ലേ, നല്ല മൂവ്മെൻറ്റ്സിനുള്ള ബോളിങ് കിട്ടും. സോ പാവപ്പെട്ട നമ്മളെല്ലാവരും വലിച്ചു കഴിഞ്ഞു. സോ ലെറ്റ്സ് സീ. കള്ള ഇതിലായി. ഓക്കെ, ഇതൊന്നും ആരും കാണത്തില്ല. മിക്കവാറും നടക്കാവുന്നൊരു കേസാണിത്. ഈ ലൈൻസ് ഒന്നും ആരും കാണാനുള്ള സാധ്യതയില്ല.
മേ ബി ഇവിടെ നിന്നൊരു പുഷ് ആവാനും സാധ്യത ഇല്ലാതില്ല. ബട്ട് ഐ തിങ്ക് നമ്മുടെ പ്രോസസ്സിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല. കാരണം സമയനായി 6:57, 7 മണി. അപ്പം ഇനി 3 ക്യാൻഡിലൂടെ ഉള്ളൂ. സോ ഈ റേഞ്ച് ഞാൻ ഉറപ്പിക്കുകയാണ്. ഓക്കെ, സെൽ പെൻഡിങ് റേഞ്ച് സ്റ്റോപ്പ് ലോസ്. ഇതെന്തിടാ ലോട്ട് കറക്കട്ടെ പറ്റി വെള്ളമാൻ ഇവിടെ. പതിനേഴ്. ഓക്കെ, ലെറ്റ്സ് സീ. ആടി ടേക്ക് പ്രോഫിറ്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ എന്ത് TP 270. ഓ 30 വെച്ചാണ് 300. പോട്ടെ 270 പോട്ടെ. 80 വന്നാലും 90, 95. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ. ഇത്ര മൂവ്മെൻറ്റ്സ് ഒന്നും ഉണ്ടാവും, വൈൽഡ് മൂവ്മെൻറ്റ്സ് ഉണ്ടാവുമെന്ന് അറിയത്തില്ല. പക്ഷേ പ്രീവിയസ് സാധനങ്ങളെല്ലാം വെച്ച് നോക്കിയിട്ട് ഇതുവരെയുള്ള മൂവ്മെൻറ്റ്സിനുണ്ട്. ഞാനിത് കൂടെ ഒന്ന് ചേഞ്ച് ആക്കട്ടെ. സെറ്റിങ്സ് എന്ത് ഫോർമാറ്റ് ഇവിടെ എങ്ങാണ്ടായിരുന്നല്ലോടാ. ടൈം ഫോർമാറ്റ് മാറ്റുന്നു. 7 മണി. $27 പോയാൽ 15 സീനാണ്. ലെറ്റ്സ് സീ പറ്റേ. കൺഫേം സെൽ ലിമിറ്റ്. ഓക്കെ, സെൽ ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിനകത്തൊരു മൂവ്മെൻറ്റ് ഉണ്ടായി കഴിയുമ്പോൾ കാണാം. അതുവരേക്കും ബൈ. ഞാൻ മിക്കവാറും ഒരു 8 മണി ആകുമ്പോഴത്തേന് 7:30 ആകുമ്പോഴത്തേനെ കാണാൻ സാധ്യതയുള്ളൂ. അവിടെ TP ഹിറ്റായാലും SL ഹിറ്റായാലും നമ്മളെ വലിയ ബാധിക്കുന്ന കേസല്ല. എന്തായാലും ഉടനെ TP ഹിറ്റാകത്തില്ല. SL ആണെങ്കിലും മാത്രമേ ഷുക്കെന്ന് പറഞ്ഞിട്ട് SL അടിക്കാൻ പോകുന്നുള്ളൂ. സോ ലെറ്റ്സ് സീ. ഓക്കെ, ബൈ. ഹലോ ഗൈസ്. ചെറിയൊരു മൂവ്മെൻറ്റ്സ് വരുത്തിയിട്ടുണ്ട്, ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഈ റേഞ്ചിലോട്ട് ആക്കിയിട്ടുണ്ട്. കാരണം വരുന്നതല്ല, ക്യാൻഡിൽ ഇത്ര ഡൗൺ ആസ്വദിക്കുക. ഇനി അപ്സൈഡിനുള്ള സാധ്യതകൾ ഇത്ര ഹൈ വരെ വരുമോ എന്ന് അറിയാത്തതുകൊണ്ടാണ്. നമുക്ക് നോക്കാം. ഓക്കെ ബൈ. അപ്പം വീണ്ടും കാണാം. വരുത്തിയിട്ടുണ്ട് വീണ്ടും. മുകളിലോട്ട് വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ വെയിറ്റ്. വേറൊന്നുമല്ല, ഓൾറെഡി ഹൈ എടുത്തു. സോ കുറച്ചുകൂടെ ഒന്ന് ഹൈ പോകുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. നമുക്ക് നോക്കാം.
നല്ലൊരു പുഷിൻ്റെ പോസിബിലിറ്റി ആണ്. 3 ലാസ്റ്റ് 3 മിനിറ്റ്സ്. എല്ലാം ഉണ്ടല്ലോ, ഉണ്ട്. ലെറ്റ്സ് സീ. ഓക്കെ, ഓക്കെ. ഇവിടെ എവിടെയായിരുന്നു റേഞ്ച് വരുന്നത്? ഈ റേഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു വെച്ചേക്കുന്നല്ലേ. വീണ്ടും ഒരു ഓൾ ടൈം ഹൈ അടിച്ചിട്ട് താഴെ വരാനാണ് സാധ്യത. നോക്കാം, അഥവാ മിസ്സാണേൽ ലീവ് ഇറ്റ്. ലാസ്റ്റ് 1 minute 50 seconds. 49. Okay. Last 20. ലാസ്റ്റ് 10 ആകുമ്പോൾ അങ്ങോട്ട് പോകാം. ഓക്കെ 9, 8, 7, 6, 5, 4, 3, 2, 1. ഓക്കെ, വലിയ ഫർദർ മൂവ്സ് ഒന്നും ഇല്ലല്ലോ. ഷുഡ് ഇറ്റ് മൂവ് ഓർ നമ്മൾ മാർക്കറ്റ് ഓർഡർ സെല് ചെയ്യാൻ തുടങ്ങണം? ക്യാൻഡിൽ കഴിയുമ്പോൾ നമുക്ക് മാർക്കറ്റ് ഓർഡർ സെല് ചെയ്യാം. എത്ര മണിക്ക് ഇവന്റ്? 7 മണിക്കല്ലേ? 7:15 എൻ്റെ ഒരു വിശ്വാസം. ഈ റേഞ്ച് അല്ലേ പിന്നെ സെല് ചെയ്യേണ്ടി വരും. അങ്ങനാണേൽ നോട്ട് ബാഡ്. Shit. We miss it, guys. Again shit is happening. I hate it. ക്യാൻഡലിലെ മൂവ്മെൻറ്റ്സ് അങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ചെയ്തൊരിക്കൽ എന്ത് ചെറുതാ. 5 മിനിറ്റ്സിലെല്ലാം ഭയങ്കര ചെറുതാ. ഇവിടുന്ന് എന്തേരം മൂവ്മെൻറ്റ്സ് ഉണ്ടായി? 25 ഓൾറെഡി. Think I should sell. Let's sell.
ഓക്കെ, നമ്മളെ പെൻഡിങ് ഓർഡർ ഡിലീറ്റ് ചെയ്തു. Should I sell? Yes. Yes. ഓക്കെ, നമ്മൾ സെല്ല് ചെയ്തിട്ടുണ്ട്. 36 ഒക്കെ. ഓഫ്, ബ്ലഡി ഷിറ്റ്. 36 എന്നൊക്കെ പറഞ്ഞാൽ എന്നാ ഉണ്ട്, വല്ല 15 വല്ല ചെയ്യേണ്ടായിരുന്നു. ഓക്കെ, 36-ലാണ് നമ്മൾ സെല്ല് ചെയ്തേക്കുന്നത്. ആഡ് ടേക്ക് പ്രോഫിറ്റ്. ടേസ്റ്റ് 125. This was our position. Shit. Nothing big happened, guys. Nothing big. ഓക്കെ, പൊസിഷൻ ക്ലോസ് ഓപ്പൺ അല്ല, സോറി, മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അത്രയും ലോ മൂവ്മെൻറ്റ് വന്നിട്ട് ഐ ഫീൽ സം കൈൻഡ് ഓഫ് ഫിഷി. അതാണ് ഞാൻ ഒന്നും മിണ്ടാതിരിക്കുന്നത്. 26:30:012. 26:30:012. ഓക്കെ, സെറ്റിങ്സ് 26:30:012. This was our entry. എന്തിനു വെച്ചേക്കുക? Okay, let's see how it goes. 33. This is our sell. ഡയറക്റ്റ് സെല്ലോട്ടാണ് പോകുന്നത്. Let's wait. ഓക്കെ, ഇപ്പോൾ എത്രയായിരുന്നു എൻട്രി പോയിന്റ്? വലിയ $3 അല്ലേ, നത്തിങ് ബിഗ്. 26:30:012. 26:30:012. 26:30:012. ഓക്കെ, ഇതാണ് പൊസിഷൻ. So let's see how it goes. അപ്പോൾ വീണ്ടും മാർക്കറ്റ് ഓൾ ടൈം ഹൈ അഗെയിൻ വന്നിട്ടുണ്ട്. ഓൾ ടൈം ഹൈ അല്ലേ? യെസ്, ദിസ് ഈസ് ഓൾ ടൈം ഹൈ ഏരിയ. എല്ലാവരും ഫുള്ളി ഷാരിക്കേണ്ടതാണ്. അപ്പം ഷുഡ് ഗോ ഡൗൺ പ്രോബബ്ലി. സോ നമുക്കൊരു 8:30-9 ആകുമ്പോൾ, അതായത് നെക്സ്റ്റ് ഒരു 1 ഹവറിൻ്റെ 2 ക്യാൻഡിൽ വരുമ്പോഴത്തേന് ഈ ക്യാൻഡിൽ ക്ലോസ് ആയി നെക്സ്റ്റ് ഒരു ക്യാൻഡിലൂടെ വരുമ്പോൾ ഏകദേശം അറിയാൻ പറ്റും. അഥവാ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ വരുന്നില്ലെങ്കിൽ ഞാൻ പൊസിഷൻ നേരത്തെ ഏർലി ക്ലോസ് ചെയ്യും. ഓക്കെ, സീ യു ദെൻ. ഇപ്പോഴത്തെ നമ്മുടെ പൊസിഷനാണ് കാണിച്ചത്. $6 ലോസിലാണ് നമ്മളിപ്പോൾ.
സോ സന്ധിക്കല. ഹലോ ഗൈസ്, നമ്മുടെ ആ റേഞ്ചിൽ സത്യം പറഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ടോ ഈ റേഞ്ചിലായിരുന്നു നമ്മൾ ഷോട്ട് ചെയ്യാൻ തുടങ്ങിയത്. കുറച്ചുകൂടെ മുകളിലായിരുന്നു അല്ലേ? ഏകദേശം ഈ റേഞ്ച് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നായിരുന്നേലും ഇപ്പോൾ ഒരു വലിയ കൂടുതലൊന്നുമില്ല, 10 പോയിൻറ്റിൻ്റെ വ്യത്യാസം. ഡേവിറ്റ് ഈ ക്യാൻഡിൽ ഇത് കവർ ചെയ്യുമോ ഇല്ലെന്നാണ് എനിക്ക് അറിയേണ്ടത്. ഇപ്പം നമ്മൾ ഏകദേശം ഒരു $5, നത്തിങ് ബിഗ്. ഇവിടെ $100 പോയിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് $5 എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരം. സോ ലെറ്റ്സ് സീ. ഞാനിതിൻ്റെ റിസ്ക് മാനേജ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും സൈസിൽ SL വെച്ചേക്കുന്നത്. അതായത് പൊസിഷൻ 33 ആണ്. സാധാരണ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ 15 മാക്സിമം വെക്കുന്നത്. 33 വെക്കാൻ കാര്യം ഓവറായിട്ട് എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. അപ്പം സോ എന്ത് ചെയ്യാൻ പറ്റും, ഈ 33 വെക്കുവാണെങ്കിൽ നമുക്കൊരു ഐഡിയൽ SL നമ്മുടെ ഒരു മനസ്സിൽ കാണുമല്ലോ. ആ ലെവലിൽ എത്തുമ്പോൾ നമുക്ക് പൊസിഷൻ ക്ലോസ് ചെയ്യാം, മൂവ് ഓൺ ചെയ്യാം. അല്ലെങ്കിലത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ആ ട്രേഡിൽ അങ്ങ് ട്രാപ്പായി പോകും. ഇതിപ്പോൾ 15 എന്താണ് എനിക്ക് നോക്കട്ടെ, ഓൾറെഡി ഹിറ്റാണ്. വേറെ കാര്യം കേട്ടോ, ഓൾറെഡി ഹിറ്റാണ് ഒന്നാമത്തെ കാര്യം. അല്ലെങ്കിൽ തന്നെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ലെവൽ ഇങ്ങനെ ടാപ്പ് ചെയ്ത് നിൽക്കുമ്പോൾ ഈ ലെവൽ ഇതെന്താണ്, ഇതൊരു ഇരട്ടി ആയാലും കാണും, $10, $15, $20 ആയാലും കാണും ഈ SL കാണിക്കുന്നത്. അപ്പം നമുക്ക് മാനസികമായിട്ട് അങ്ങോട്ട് മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ. സോ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ SLൻ്റെ ഏരിയ കൂട്ടിയിട്ട് ലോഡ് സൈസ് കുറയ്ക്കുക, അതാണ് ഏറ്റവും ബെസ്റ്റ്. എൻ്റെ ഒരു വ്യൂ, എൻ്റെ പേഴ്സണൽ വ്യൂ ആണ്. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ പറയാം, നമുക്ക് പിൻ ചെയ്ത് വെക്കാം. പക്ഷെ അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, അതുകൂടെ ഒന്ന് പറയണം. ഓക്കെ സി, നമുക്കപ്പം ഒരു 7:30 ക്യാൻഡിൽ, 1 അവറിൻ്റെ ക്യാൻഡിൽ നോക്കട്ടെ. 1 അവറിൻ്റെ ക്യാൻഡിൽ. ഓക്കെ, ഈ ക്യാൻഡിൽ തീർന്ന് നെക്സ്റ്റ് ക്യാൻഡിലാകുമ്പോൾ നെക്സ്റ്റ് ക്യാൻഡിലൂടെ തീർമ്പോൾ നമുക്ക് കാണാം. അതായത് 7:30 ക്യാൻഡിലല്ലേ, 8:30, 9:30 ആകുമ്പോൾ നമുക്ക് കാണാം. ഇപ്പോൾ സമയം 7:45. എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ച ഈ റേഞ്ച് ഇവിടം വരെ ഇനി വന്ന് കവർ ചെയ്ത് പോകുന്നതാണ്. നോക്കാം നമുക്ക്. ഓക്കെ, അപ്പം അന്നേരം സന്ധിക്കലാം.